ഹലോ, ഇന്ന് വേഗത്തിലൊരു ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്രൈയിങ് പാനിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ആ പൊടിയുടെ പച്ചപ്പൊന്ന് മാറുന്നതിനും അതുപോലെ തന്നെ കറിക്കൊരു നല്ല കളർ കിട്ടുന്നതിനും ഇത് സഹായിക്കും. ചെറിയ തീയിൽ തുടരെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനിയും നമുക്ക് വേണ്ടിയത് ഒരു 3 ഉരുളക്കിഴങ്ങാണ്. അത് ഞാനിവിടെ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 2 തക്കോലം, 2 ഏലയ്ക്ക, 1 കഷ്ണം കറുവപ്പട്ട, 2 പച്ചമുളക്, 1 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇത്രയും സാധനങ്ങൾ കൂടെ നമുക്ക് ആവശ്യമാണ്. ഇനിയും ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കണം. കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അതിൽ ചേർത്ത് വഴറ്റുവാനായിട്ട് പോവുകയാണ്. ഇത് നമ്മളൊരു പ്രൊഫഷണൽ കുക്കിംഗ് ഒന്നുമല്ല. നമ്മുടെ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള സാധനങ്ങളെല്ലാം അതിലേക്ക് ഇടുകയാണ്. സവാള, പച്ചമുളക്, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, അതോടൊപ്പം തന്നെ ഏലയ്ക്ക, കറുവപ്പട്ട, തക്കോലം, ഈ 3 സാധനങ്ങൾ. മസാലപ്പൊടികളൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് ഇതിട്ടതിന് ശേഷം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. 1-2 മിനിറ്റ് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ആ ഉള്ളിയുടെ നിറമൊക്കെ മാറി ഉള്ളിയൊക്കെ വഴന്ന രീതിയിൽ വരും. ആ വഴന്ന രീതിയിൽ ഉള്ളി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും സാധാരണ വെള്ളം ഒഴിക്കുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലെടുക്കും. നമ്മൾ സ്ത്രീ ജനങ്ങൾ ഒരേ സമയം പല പണിക്ക് പോകുന്നത് കൊണ്ട് ഇത് കരിഞ്ഞു പോകാനായിട്ടൊക്കെയുള്ള സാധ്യത കൂടുതലായതുകൊണ്ടും ഞാൻ ഇച്ചിരി വെള്ളം കൂടുതലൊഴിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് വേകാനായിട്ട് എടുക്കും. കാരണം ഇത് പ്രഷർ കുക്കറിലല്ല നമ്മൾ ചെയ്യുന്നത്. അതുപോലെ പിന്നെ ഈ ഇപ്പോൾ കിട്ടുന്ന ഉരുളക്കിഴങ്ങിനൊക്കെ വേകാനായിട്ടുള്ള ഒത്തിരി താമസമുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. അടച്ച് വെച്ച് നമ്മൾ വേവിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. വെള്ളം പറ്റിയോ എന്നൊക്കെ ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പം പ്രഷർ കുക്കറിൽ ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുന്നതും തമ്മിൽ രുചിക്ക് സ്വല്പം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ആവശ്യം. അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് തേങ്ങാപ്പാൽ എടുക്കുവാനായിട്ട് പോവുകയാണ്. 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് ഞെക്കി പിഴിഞ്ഞ് ആ തേങ്ങാപ്പാൽ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ടൊന്ന് ഞെക്കി നോക്കുകയോ കൈ കൊണ്ടൊന്ന് ഞെക്കി നോക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് അറിയാം അത് വെന്തിട്ടുണ്ട്, വെള്ളം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിനി ആവശ്യം മസാലപ്പൊടികൾ അതിലേക്ക് ഇടുകയാണ്. അതിനായിട്ട് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഈ പൊടികളും ഞാൻ സ്വല്പം കൂടുതലെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ കറിയൊക്കെ വെളുത്തിരിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് കറിക്ക് ഒരു കളർ വേണമെന്നുള്ളത് കൊണ്ടും ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് ഇച്ചിരി കുറച്ചെടുത്താൽ മതി. മുളക് പൊടി എന്ന് പറയുന്നത് ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ മസാലയൊക്കെ ഇതേലൊന്ന് പിടിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാനായിട്ട് പോവുകയാണ്. ആദ്യമേ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുന്നു. ഇനി ഇതൊന്ന് മസാല പിടിക്കുന്നതിനായിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് ആ പൊടിയൊക്കെ ഒന്ന് വെന്ത് ഉരുളക്കിഴങ്ങിൽ പിടിക്കുവാനായിട്ടുള്ള സാവകാശം നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം അതൊക്കെ തിളച്ച് പിന്നെ പൊടിയൊക്കെ നല്ലവണ്ണം പിന്നെ കിഴങ്ങയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില നമുക്കിടാം. ഈ സമയത്ത് നമുക്ക് മല്ലിയില ചേർക്കാം. ഇനിയും ഇവിടം കൊണ്ട് ഒരു കറി മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു നല്ല ഡിഷാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടാനായിട്ട്. അപ്പം ഇവിടം കൊണ്ട് നമുക്ക് നിർത്താം. തേങ്ങാപ്പാൽ ഒഴിക്കണമെന്നില്ല, ഇല്ല അല്ലെങ്കിൽ വേണ്ടാത്തവർക്ക്. പക്ഷേ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തേക്കുവാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഇത് തിളപ്പിക്കാറില്ല. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഒഴിച്ചത്.
ഇപ്പം നമുക്ക് കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ അറിയാം കറിയുടെ കളറൊക്കെ മാറുന്നതും. അത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിട്ട് നമുക്ക് രുചിച്ച് നോക്കിയാൽ അറിയുവാനായിട്ട് സാധിക്കും. തേങ്ങാപ്പാൽ ഇത്ര മതിയെങ്കിൽ ഇത്ര ഒഴിച്ചാൽ മതി. പക്ഷേ ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന മുഴുവൻ തേങ്ങാപ്പാലും ഇതിനകത്തേക്ക് ചേർക്കണം. 1-2 ഇത് നേരത്തെ കൂടെ നമുക്ക് കൂട്ടാനായിട്ടേ ബാക്കിയിരിക്കുമല്ലേ, എപ്പോഴും നമ്മൾ ഉണ്ടാക്കണ്ടായല്ലോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ചാറ് നമുക്ക് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ല ഒന്ന് കുറുകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു 2-3 പീസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അത് നല്ലവണ്ണം ഒന്ന് ഉടച്ച് ഇതിനകത്തേക്ക് ചേർക്കാം. ചേർത്ത് നമ്മൾ 1 മിനിറ്റ് നേരം ഇതൊന്ന് ചൂടാക്കി എടുക്കണം. തിളപ്പിക്കരുത്, ചൂടാക്കി. തേങ്ങാപ്പാൽ ഒഴിച്ചതായതുകൊണ്ട് ഒന്ന് ചൂടാക്കി നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കി നമ്മൾ എടുക്കും. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും പൊടിച്ചത് ചേർക്കുകയാണ്. അപ്പം പലരുമാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറുകാനായിട്ട് ചേർക്കും. നമ്മളിവിടെ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ കിഴങ്ങ് തന്നെയാണ് പൊടിച്ച് ചേർക്കുന്നത്. നല്ല രുചികരമായിട്ടുള്ളൊരു കറി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി കറുവപ്പട്ട, ഏലയ്ക്ക, തക്കോല ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് ചേർക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതോടൊപ്പം തന്നെ ഈ ഉരുളക്കിഴങ്ങിനോടൊപ്പം ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവറൊക്കെ ആദ്യമേ തന്നെ വഴറ്റി ഇങ്ങനെയുള്ള ഒരു കറി ഉണ്ടാക്കാം. ഒരേ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി പാത്രമൊന്നും മെനക്കെടേണ്ടതായിട്ടുള്ള കാര്യവുമില്ല. സ്ത്രീകൾക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ വളരെ അധികം പ്രയാസമൊന്നും ഇല്ലാതെ ഒരു പാത്രം കൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഉണ്ടാക്കണം. വീണ്ടും കാണാം. ബായ്.